പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സംഖ്യയുടെ പുസ്തകം 27-ാം അധ്യായം 18-20 വചനങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. കർത്താവ് മോശയോട് അരുൾ ചെയ്തു, നൂനിന്റെ മകനും ആത്മാവ് കൊടികൊള്ളുന്നവനുമായ ജോഷിയെ വിളിച്ച് അവന്റെ മേൽ നിന്റെ കൈ വയ്ക്കുക. ഉണ്ടോ? ജോഷിയെ കുറിച്ച് വചനം പറയുകയാണ്, ആത്മാവ് കൊടികൊള്ളുന്നവനെ വിളിച്ച് അവന്റെ മേൽ നിന്റെ കൈവയ്ക്കുക, പുരോഹിതനായ ഏലിയാസറിന്റെ സമൂഹത്തിന്റെയും മുൻപില് നിർത്തി അവർ കാണെ നീ അവനെ നിയോഗിക്കുക. ഇസ്രായേൽ ജനം അവനെ അനുസരിക്കേണ്ടതിന് നിന്റെ അധികാരം അവന് നൽകുക. ഉണ്ടോ? ഒരു സേവകനായിരുന്ന ജോഷുവയുടെ സേവകനായിരുന്ന ജോഷുവ, മോശയുടെ സേവകനായിരുന്ന ജോഷുവ ആ സേവകനിൽ നിന്ന് പ്രവാചകനിലേക്ക് ഉയരുകയാണ്. മോശയ്ക്കുണ്ടായിരുന്ന അധികാരവും കൃപയും എല്ലാം ജോഷുവിലേക്ക് നൽകപ്പെടുകയാണ്. ജോഷുവ നിയോഗിക്കപ്പെടുകയാണ്, ജോഷുവ തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അതായത് പ്രിയപ്പെട്ടവരെ, ഇസ്രയേൽ ജനങ്ങള് വചനം പറയുന്നുണ്ട്, പുറപ്പാട് 12:37 പറയുന്നു, അവർ സ്ത്രീകളെയും കുട്ടികളെയും കൂടാതെ ഏകദേശം 6 ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നു എന്നാ പറയുന്നത് ഇസ്രായേലില്. അപ്പൊ ഈ 6 ലക്ഷം പുരുഷന്മാരിൽ നിന്ന് ജോഷുവ എന്ന മനുഷ്യനെ ദൈവം മോശയുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുക, അതായത് വലിയൊരു പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യപ്പെടുകയാണ്. ആത്മാവ് കുടികൊള്ളുന്നവൻ എന്നാണ് ജോഷിയെ കുറിച്ച് ബൈബിളിൽ എടുത്തു പറയുന്നത്. അത് ജോഷിയെ പോലെ തീഷ്ണതയോടെ വിശ്വസ്തയോടെ ദൈവിക പദ്ധതികൾക്കായിട്ട് ജീവിതം സമർപ്പിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മളെയും എടുത്തുയർത്തും. ഇന്ന് നമ്മൾ എന്തായിരിക്കുന്നു എന്നുള്ളതല്ല, നാളെ ദൈവം നമ്മളെ എന്താക്കി തീർക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശസ്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മുൻപിലേക്ക്, ദൈവത്തിന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിതം വിട്ടുകൊടുത്തുകൊണ്ട് ഒരു സേവകനിൽ നിന്ന്, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പ്രവാചകന്റെ ദൗത്യത്തിലേക്ക് ഉയർത്തപ്പെടാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും നിയോഗിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആത്മാവ് കുടികൊള്ളുന്ന, ആത്മാവ് വസിക്കുന്ന മനുഷ്യരായി മാറാൻ ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ.